നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേഡലിനെ ADGP ബി സന്ധ്യ, IG മനോജ് എബ്രഹാം, മനോരോഗ വിദഗ്ധർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്താനുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ശാസ്ത്രത്തിന്റെ ഭാഗമായാണ് ഈ കൊല നടത്തിയത് എന്ന് കേഡൽ ജിൻസൺ രാജ പോലീസിന് മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കുന്ന കേഡലിനെ തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ കേഡൽ ജിൻസൺ രാജ പ്രത്യേക മാനസിക നിലയുള്ള ആളാണെന്നത് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. ADGP സന്ധ്യ, IG മനോജ് എബ്രഹാം എന്നിവർ നേതൃത്വം നൽകിയ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. കേഡൽ ജിൻസൺ പറഞ്ഞ ആസ്ട്രിയൽ പ്രോജക്ഷന്റെ വിവിധ തലങ്ങളും പ്രവൃത്തികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മനഃശാസ്ത്ര വിദഗ്ധരുമായി വിശകലനം നടത്തി. കേഡലിന്റെ ബന്ധുക്കളെയും വീട്ടുവേലക്കാരികളെയും കമ്മീഷണർ ഓഫീസിലെത്തിച്ച് കേഡലിനൊപ്പം ഇരുത്തി മൊഴി രേഖപ്പെടുത്തി. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പരീക്ഷണമാണ് താൻ നടത്തിയതെന്ന് കേഡൽ മൊഴി നൽകി. ഇത് താൻ പലതവണ പരീക്ഷിച്ചിട്ടുണ്ടെന്ന് കേഡൽ പോലീസിനോട് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് പഠിക്കുന്ന സമയത്താണ് ഇത് പരിശീലിച്ചു തുടങ്ങിയതെന്നും കേഡൽ പോലീസിനോട് വ്യക്തമാക്കി. അതേസമയം പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ പ്രതിയായ കേഡൽ ജിൻസൺ കീസോഫ്രീനിയ എന്ന കടുത്ത മാനസിക രോഗത്തിന്റെ ഉടമയാണെന്ന കാര്യം മനോരോഗ വിദഗ്ധൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള ഡിലൂഷനാണ് കേഡൽ കാണിച്ചതെന്നും ഡോക്ടർ പോലീസിനോട് പറഞ്ഞു. കേഡലിന്റെ മാനസിക രോഗം സ്ഥിരീകരിക്കാനായി കേഡലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസിക രോഗ ചികിത്സാ വിഭാഗത്തിൽ വിശദമായ പരിശോധനയും നടത്തി. കൂടാതെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കേഡലിന്റെ തലമുടി, നഖത്തിനടിയിലെ മാംസം, രക്തം എന്നിവയും ഫോറൻസിക് വിഭാഗം ശേഖരിച്ചു. എന്നാൽ മാനസിക തകരാർ ഉയർത്തിക്കാട്ടി കേഡൽ കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിപൂർവമായ ശ്രമം നടത്തുകയാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതേസമയം കേഡലിന്റെ അക്രമവാസനയെപ്പറ്റിയും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കൊലപാതകത്തിനുള്ള യഥാർത്ഥ കാരണം ഈ പരിശോധനയിൽ കണ്ടെത്താനാകുമെന്നും പോലീസ് കരുതുന്നു. കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കേഡലിനെ നന്ദൻകോട്ടെ വസതിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.